കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Igno Focus 3.0. So in this video, we are going to have the PYQ analysis of the paper BGC 103. അപ്പോൾ നമ്മുടെ BE ഇംഗ്ലീഷില് BGC 103 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. So let's get started. Introduction. Welcome to the Igno TEE PYQA In-depth analysis and predictive exam guide for BGC 103 Indian Writing in English, a specialized resource crafted to enhance your preparation for the IGNO term and examination TEE December 2024. This guide is designed to empower students by offering a strategic and data-driven approach to exam readiness, tailored specifically to the intricacies of this course. So, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ BGC 103 എന്ന് പറയുന്ന ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിന്റെ നമ്മുടെ ലാസ്റ്റ് ജൂൺ 2024 നടന്നു വരാനുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു എക്സാമിന്റെ ഒരു ഗൈഡാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. Purpose of the guide. The primary objective of this guide is to demystify the preparation process for BGC 103 by analyzing past question papers, mapping the syllabus to exam trends, and leveraging predictive analysis. Through this, the guide aims to help students focus on the most important areas of the syllabus, enhance their understanding of key topics, and build confidence through targeted practice. So, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആക്ച്വലി നമുക്ക് BGC 103 എന്ന് പറയുന്ന പേപ്പറിന്റെ ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടുള്ളതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് എക്സാമിന് ചോദിച്ചതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എക്സാമിന് 100% കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ സ്ട്രക്ചർ എങ്ങനെ പോയേക്കുന്നേ നോക്കാം. സ്ട്രക്ചർ ഓഫ് ദി ഡോക്യുമെന്റ്. ഫസ്റ്റ് വി ഹാവ് an introduction which provides a roadmap for the guide, its objectives and methodologies employed to help students prepare efficiently. 2. Syllabus mapping by blocks, units, and topics with exam relevance. This section breaks down the BGC 103 syllabus into its core components, aligning each with its significance in past exams to highlight critical areas for study. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഉള്ള എക്സാംസ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസിനാണ് നമ്മൾ കൂടുതൽ ട്രസ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ദെൻ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. Offer insights in the structure of the TEE paper, question formats, and the distribution of topics across sections based on previous year's trends. Repeated questions analysis by blocks, units, and topics. Identifies frequently recurring questions to help prioritize preparation and maximize scoring potential. 5. Topic probability and prediction analysis. Apply statistical analysis and trends to predict high probability topics for the upcoming TEE, helping students focus their efforts strategically. 6. Predictive question paper for December TEE 2024. Presents a more question paper that mirrors the expected format and thematic focus of the December 2024 exam, enabling students to simulate exam conditions. Model answers with evaluation criteria. Provides exemplary answers to selected questions with explanations of evaluation criteria to offer insights into effective answer writing and grading emphasis. അപ്പോൾ നമുക്ക് ടുവേർഡ്സ് ദി എൻഡിൽ നമുക്കൊരു
predictive kind of ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിലെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഡേറ്റ ഡ്രിവൻ അപ്രോച്ച്. The foundation of this guide lies in a comprehensive analysis of past examination patterns, detailed syllabus mapping, and predictive modeling. By analyzing previous question papers, identifying recurring themes, and cross-referencing these with the ICNO syllabus structure, this guide ensures relevance and reliability in its recommendations. Why predictive analysis and model questions matter? Predictive analysis sharpens your focus, directing you to high topics while minimizing time spent on less relevant material. Complementing this, the model answer section helps you understand the depth of explanation, analytical approach, and precision required to score well. Together, these tools enable you to study smarter, not harder. നമുക്ക് എക്സാമിന് ഒത്തിരി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഇപ്പൊ എല്ലാം ഇരുന്ന് പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല. അപ്പൊ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, നമുക്ക് ഏറ്റവും റെലവെന്റ് ഏരിയാസ് നമ്മൾ സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഡെപ്ത് ആയിട്ട് നമ്മൾ റെലവെന്റ് ഏരിയാസ് നോക്കുകയും ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതാണെന്നും ലെസ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതനുസരിച്ച് വി ഹാവ് ടു മോൾഡ് our preparation on the level of importance. Unique aspect of BGC 103. BGC 103, with its emphasis on Indian writing in English, covers a diverse range of genres, novels, poetry, and short stories by iconic Indian authors. Each block emphasizes critical skills like literary analysis, contextual understanding, and thematic interpretation. This guide respects the unique demands of this course by tailoring its predictive analysis and preparation strategies to ensure a thorough understanding of both theoretical and applied aspects. Syllabus mapping by blocks, units, and topics with exam relevance. സോ നമ്മളിവിടെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ടോപ്പിക് ഏതൊക്കെയാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് റെലവെന്റ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് 1, A Tiger for Malgudi. Focus: the Indian English novel and a detailed study of R.K. Narayan's A Tiger for Malgudi. Unit 1, the Indian English novel. ഇതിലെ key topics എന്ന് പറയുന്നത് the first Indian English novel, 3 significant novelists, post-independence novelist, women novelist. Exam relevance നോക്കുകയാണെങ്കിൽ it appeared in short answer and essay questions about the evolution of the Indian English novel. And frequency നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 3 times ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. So its importance level is medium. Unit 2-ലാണെങ്കിൽ detailed summary of A Tiger for Malgudi. Key topics എന്ന് പറയുന്നത് 4 stages of the tiger's life, R.K. Narayan's contribution, Malgudi as a fictional setting. And exam relevance നോക്കുകയാണെങ്കിൽ frequently tested, especially questions on the tiger's life stages and the novel's allegorical elements. And this frequency നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 5 years ആയിട്ട് more than 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. So which means importance level is very high. Next we have the unit 3 നമുക്ക് ഉണ്ട് analysis. Key topics include plot, title significance, allegorical elements. Exam relevance നോക്കുകയാണെങ്കിൽ highly favor for critical essays, especially the allegory and title significance. Frequency എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഓവർ 5 yearsൽ 5 times ആണ് ചോദിച്ചിട്ടുള്ളത്. So which means the level of importance എന്ന് പറയുന്നത് high ആണ്. Next we have unit 4, style and characterization. Key topics: Narayan's prose style, major and minor characters, satire and humor. Frequently appears in both short notes and essay questions ആണ് നമ്മുടെ എക്സാമിന്റെ relevant pattern. നമ്മൾ relevance നോക്കിയാൽ so frequency എന്ന് പറയുന്നത് ലാസ്റ്റ് 5 years 5 times ആണ്. So which means importance level എന്ന് പറയുന്നത് high ആണ്. Next you have block 2, The Binding Vine. Focus: Shashi Deshpande's novel The Binding Vine and its themes of feminism, relationships, and human resilience. Unit 1,
ഇൻട്രൊഡക്ഷൻ ടു ദി നോവൽ. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ട്രക്ചർ, സ്റ്റൈൽ, പോയിന്റ് ഓഫ് വ്യൂ, ടൈപ്സ് ഓഫ് നോവൽസ്. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ ഒക്കേഷണലി റെഫറൻസ് ഇൻ ഷോർട്ട് നോട്ട്സ് അബൌട്ട് ടൈപ്സ് ഓഫ് നോവൽസ് ആൻഡ് നോവലിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 times over 5 years ആണ്. സോ ഇമ്പോർട്ടൻസ് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. Unit 2 Summary and Analysis. Key topics എന്ന് പറയുന്നത് പ്ലോട്ട് അനാലിസിസ്, സ്ട്രക്ചർ, പോയിന്റ് ഓഫ് വ്യൂ. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ essays on the novel structure and thematic richness. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലാസ്റ്റ് 5 years ആയിട്ട് 4 times ആണ്. സോ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 3 തീംസ്. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫെമിനിസം, റേപ്പ്, ഹ്യൂമൻ റിലേഷൻഷിപ്സ്. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ SC ക്വസ്റ്റ്യൻസിന് വളരെ കീ ഒരു ഏരിയ ആണ്. ഓഫൺ ഫോക്കസിംഗ് ഓൺ ഫെമിനിസ്റ്റ് തീംസ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലാസ്റ്റ് 5 years ആയിട്ട് 6 times ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ലെവൽ ഇസ് ഹൈ. യൂണിറ്റ് 4 ഇസ് ക്യാരക്ടറൈസേഷൻ. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഉർമി, കിഷോർ, മീര, ഷക്കുതായ്, കൽപ്പന. എക്സാം റെലവൻസ് frequently tested in character analysis, essays and thematic exploration. Frequency എന്ന് പറയുന്നത് 5 times ആണ് over the 5 years, so which means level of importance is high. Next we have the block 3 under focus on iconic poems by Sarojini Naidu, Nizim Ezekiel, A.K. Ramanujan and Kamala Das. Unit 1 Sarojini Naidu. Key topics എന്ന് പറയുന്നത് Palanquin Bearers, Bird of Time, Bangle Sellers. Exam relevance നോക്കുകയാണെങ്കിൽ commonly featured in context-based questions and thematic analysis. Frequency എന്ന് പറയുന്നത് 4 times over 5 years, which means level of importance എന്ന് പറയുന്നത് medium ആണ്. This is Unit 2, Nizim Ezekiel. Key topics എന്ന് പറയുന്നത് Knight of the Scorpion, Enterprise. Exam relevance നോക്കുകയാണെങ്കിൽ frequently tested in critical analysis and thematic interpretation. Frequency എന്ന് പറയുന്നത് 6 times over 5 years ആണ്. So level of importance is high ആണ്. Unit 3 A.K. Ramanujan. Key topics എന്ന് പറയുന്നത് looking for a cousin on a swing or river. Exam relevance നോക്കുകയാണെങ്കിൽ popular in interpretation and imagery based questions. Frequency 4 times over 5 years ആണ്, which means level of importance എന്ന് പറയുന്നത് medium ആണ്. And then we have Unit 4. Key topics എന്ന് പറയുന്നത് My Grandmother's House, Blood. Exam relevance ആണെങ്കിൽ regularly featured for critical and imagery based essays. Frequency എന്ന് പറയുന്നത് 5 times over 5 years ആണ്. Level of importance is high ആണ്. ഇനി നമുക്ക് വരുന്നത് ബ്ലോക്ക് 4 ആണ്. ഫോക്കസ് മുകുൾ രാജ് ആനന്ദ്, ദീന മെഹ്ത ആൻഡ് റോഹിൻടൺ മിസ്ട്രീസ് ഷോർട്ട് സ്റ്റോറീസ്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദി ഷോർട്ട് സ്റ്റോറി. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, ഡെവലപ്മെന്റ്, ടെക്നീക്സ്. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ ഒക്കേഷണലി ടെസ്റ്റഡ് ഇൻ ഷോർട്ട് നോട്ട്സ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 times over 5 years ആണ്, which means level of importance medium ആണ്. Then we have Unit 2, the last child. Key topics എന്ന് പറയുന്നത് plot, interpretation, prose style. Exam relevance നോക്കുകയാണെങ്കിൽ frequently appears in thematic analysis and
allegorical discussion, and frequency എന്ന് പറയുന്നത് 5 times over 5 years ആണ്, which means level of importance high ആണ്. ഇനി നമുക്കുള്ളത് യൂണിറ്റ് 3 ആണ്, ദി അതർ വുമൺ. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ്, തീം, പ്രോസ് സ്റ്റൈൽ. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ പോപ്പുലർ ഇൻ ക്യാരക്ടർ ഫോക്കസ്ഡ് എസ്സേസ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 times over 5 years ആണ്. അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. നെക്സ്റ്റ് വി ഹാവ് യൂണിറ്റ് 4 സ്വിമ്മിംഗ് ലെസൺസ്. കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് നറേറ്റീവ് ടെക്നീക്, ഇമിഗ്രന്റ് എക്സ്പീരിയൻസ്, സിംബലിസം. എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ ഹൈലി ഫേവേർഡ് ഇൻ എസ്സേ ക്വസ്റ്റ്യൻസ് അബൌട്ട് തീംസ് ആൻഡ് മെറ്റഫോറിക്കൽ സിഗ്നിഫിക്കൻസ്. ഫ്രീക്വൻസി 5 വർഷമായിട്ട് 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഹൈ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു വിഷ്വൽ സമ്മറി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് സെയിം തന്നെയാണ്. നമുക്ക് ബ്ലോക്ക് വൈസ് ടോപ്പിക് ഇമ്പോർട്ടൻസ് ആൻഡ് ഫ്രീക്വൻസി ആണ്. ബ്ലോക്ക് 1 മെയിൻ ആയിട്ടുള്ള ടോപ്പിക് 4 സ്റ്റേജസ് ഓഫ് ലൈഫും അലിഗറി. ഫ്രീക്വൻസി ഓവർ ദ ലാസ്റ്റ് 5 years 6 ആണ്. ഇമ്പോർട്ടൻസ് ഹൈ. സെയിം ആണ് ബ്ലോക്ക് 2 ഫെമിനിസ്റ്റ് തീംസ്, ബ്ലോക്ക് 3 പോയട്രി, നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയനും, ബ്ലോക്ക് 4 ഷോർട്സിലെ സ്വിമ്മിംഗ് ലെസൺസ് എല്ലാം തന്നെ ഫ്രീക്വൻസി 6 ആണ്. ഓവർ ദി 5 years ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഹൈ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ബാർ ഗ്രാഫ് ആണ് നമുക്കുള്ളത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. ദെൻ വി ഹാവ് ബ്ലോക്ക് 3 പോയട്രി, പിന്നീട് നമുക്ക് ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറിയും, ലാസ്റ്റ് ബ്ലോക്ക് 2 ബൈൻഡിങ് വൈനും. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റ്സും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു സി ഓവർവ്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്. IGNOU exams for BGC 103 Indian Writing in English typically follow a structured format divided into 3 sections, each designed to assess different levels of comprehension and critical thinking. അതിൽ സെക്ഷൻ എ ആണെങ്കിൽ നമുക്ക് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 150 വേർഡ്സ് ആണ് എഴുതേണ്ടത്. സോ ഹിയർ the students are required to explain selected passages from poems agam അല്ലെങ്കിൽ prose agam, and you have to provide a brief critical analysis for it. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ explain the significance of the imagery in Sarojini Naidu's Palanquin Bearers. Weightage 40 marks, 10 marks per passage. സെക്ഷൻ ബിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആണ്, 250 വേർഡ്സ് ആണ് എഴുതേണ്ടത്. റിക്വസ്റ്റ് കുറച്ചുകൂടി നമ്മൾ കൺസൈസ് ആയിട്ട് യു ഹാവ് ടു പ്രൊവൈഡ് ദ ലിറ്റററി ആസ്പെക്ട്സ് ലൈക്ക് നമ്മുടെ തീംസ് ആകാം, ക്യാരക്ടർ സ്കെച്ചസ്, ഓർ ഇറ്റ് കുഡ് ബി ദ സ്റ്റൈലിസ്റ്റിക് എലിമെന്റ്സ്. എക്സാമ്പിൾ കുഡ് ബി ഡിസ്കസ് ദ റോൾ ഓഫ് കൽപ്പന ഇൻ ദ ബൈൻഡിങ് വൈൻ. വെയിറ്റേജ് 20 മാർക്സ് ആണ്, 10 മാർക്സ് പെർ നോട്ട്. ഇനി നമുക്കുള്ളത് സെക്ഷൻ സി ആണ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, 600 വേർഡ്സ് ഈച്ച്. സോ ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് യു ഹാവ് ടു പ്രൊവൈഡ് ആൻ ഇൻഡെപ്ത് അനാലിസിസ് ബേസ്ഡ് ഓൺ ദ തീംസ് ആകാം, ഓർ ദ ക്രിട്ടിക്കൽ അനാലിസിസ് ആകാം, ഓർ ഇറ്റ് കുഡ് ബി ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ്. എക്സാമ്പിൾ critically analyze the allegorical elements in a tiger for Malgudi. Weightage എന്ന് പറയുന്ന 40 മാർക്സ് ആണ്, 20 മാർക്സ് per question. Block and unit coverage trends. Analysis of the past 5 years reveals consistent trends in block and unit coverage. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 ടൈഗർ ഫോർ മാൽഗുഡി ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്നത് അലിഗോറിക്കൽ എലമെന്റ്സുകളും സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫും ക്യാരക്ടറൈസേഷനുമാണ്. ആൻഡ് നോർമലി ഇത് അപ്പിയർ ചെയ്ത നമ്മുടെ സെക്ഷൻ സി, വിച്ച് മീൻസ് എസ്എ ക്വസ്റ്റ്യൻസിലാണ് മിക്കപ്പോഴും ചോദിക്കുക. തീമാറ്റിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് ഓപ്പൺ വരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ദ ബൈൻഡിങ് വൺ. ഇവിടെ ക്വസ്റ്റ്യൻസ് മെയിൻലി സെന്റർ ചെയ്യുന്നത് ഫെമിനിസ്റ്റ് തീംസും ക്യാരക്ടർ സ്റ്റഡീസ് ഓഫ് ഉറുമി ആൻഡ് കൽപ്പനയാണ്. സോ ആൻഡ് നമുക്ക് സെക്ഷൻ ബി ഷോർട്ട് നോട്ട്സിലും ചോദിക്കാറുണ്ട്, സെക്ഷൻ സിയിൽ ഡീറ്റെയിൽ അനാലിസിസ് പാർട്ടിലും ചോദിക്കാറുണ്ട്. ഇപ്പം ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ പോയട്രി. സരോജിനി നായിഡു ആൻഡ് നിസീം എസീക്കൽസ് പോയംസ് ഡോമിനേറ്റ് സെക്ഷൻ എ വിത്ത് ഫ്രീക്വന്റ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അവിടെ നമുക്കുള്ള ക്വസ്റ്റ്യന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റിംഗ് ഇമേജറി, തീംസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. ഇഫ് നമ്മൾ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറി. മുൾക്രാജ് ആനന്ദ്സ് ലോസ്റ്റ് ചൈൽഡ് ആൻഡ് റോഹിൻടൺ മിസ്റ്ററി സ്വിമ്മിംഗ് ലെസൺസ് ആർ കോമൺലി എക്സാമിൻഡ് ഫോർ ദ നറേറ്റീവ് ടെക്നീക്സ് ആൻഡ് തീംസ്. മോസ്റ്റ് ഓഫൻ ചോദിക്കുന്നത് സെക്ഷൻ ബി ഷോർട്ട് നോട്ട്സിലും സെക്ഷൻ സി എസ്സേസും ആൻഡ് സിംബലിസവുമാണ്. ഇനി നമ്മളിതിന്റെ ഇപ്പം ഈ പറഞ്ഞതിന്റെ ഒരു ബാർ മീൻസ് ഒരു ടേബിൾ ആണ് നമ്മൾ നെക്സ്റ്റ് ഇപ്പം കാണുന്നത്. മാർക്ക് അലൊക്കേഷൻ ബൈ ബ്ലോക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ബ്ലോക്ക് 1 നമുക്ക് സെക്ഷൻ ബി ഷോർട്ട് നോട്ട്സിലാണ് ചോദിക്കുന്നത്, സെക്ഷൻ സി എസ്സേസിലും ഉണ്ട്. ടോട്ടൽ നമുക്ക് 30 മാർക്സ് ആണ് ഉള്ളത്. ബ്ലോക്ക് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ പാസേജ് ക്വസ്റ്റ്യൻസ് ഇല്ല, പകരം നമുക്ക് ഷോർട്ട് നോട്ട്സിൽ നിന്നും ഉണ്ട്, എസ്സേസിൽ. സോ
essays ഉണ്ട്. സോ ടോട്ടൽ 30 മാർക്സ്. ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ പോയിട്രി. ഇവിടെ നമുക്ക് സെക്ഷൻ എ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്, സെക്ഷൻ സി essay ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ടോട്ടൽ 30 മാർക്സ് അഗൈൻ. ആൻഡ് ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് സെക്ഷൻ എന്നും ബിന്നും സിന്നും ഉണ്ട്. സോ 40 മാർക്സ് ഇൻ ടോട്ടൽ. Key insights. Recurring blocks and units. Block 1 and Block 4 are highly favored with frequent questions on a Tiger for Malgudy's allegory and short story analysis. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 1ഉം ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന സെക്ഷൻസ്. പോയട്രി appears consistently in the passage based questions, emphasizing the need for familiarity with text interpretation. Shift in focus. Recent exams show increased emphasis on feminist themes in The Binding Wine and the metaphorical significance in the swimming lessons. Consistent trend നോക്കുകയാണെങ്കിൽ നമുക്ക് prose and poetry passages dominate section A with predictable patterns in poem selection. Example, Knight of the Scorpion, Bangle Sellers. സോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് പോകുന്നത് ക്യാരക്ടറൈസേഷനും തീമാറ്റിക് അനാലിസിസുമാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ് ഇതുള്ളത്. സോ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതിനുശേഷം പോയട്രിന്നും, ആൻഡ് ദെൻ യു ഹാവ് ടൈഗർ ഫോർ മാൽഗുഡി ആൻഡ് ഫൈനലി ദ ബൈൻഡിങ് വൈൻ. Observations. Block 3 poetry and Block 4 short stories receive the highest number of questions, indicating the critical role in preparation. So, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് Block 3 and Block 4 ആണ്. So, Block 1 and 2 ഒരു ബാലൻസ്ഡ് ഫോക്കസ് വേണം നമ്മൾ കൊടുക്കാൻ, മെയിൻലി ഫോർ ദി ഷോർട്ട് നോട്ട്സ് ആൻഡ് essay questions. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നമ്മൾ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ് ബ്ലോക്ക് 1 ടൈഗർ ഫോർ മാൽഗുഡി, യൂണിറ്റ് 2 ഇന്ന് ഡീറ്റെയിൽഡ് സമ്മർ ചോദിക്കാറുണ്ട്. ദ ക്വസ്റ്റ്യൻ വാസ് ട്രേസ് ദ 4 ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദി ടൈഗേഴ്സ് ലൈഫ് as seen in the novel A Tiger for Malgudi. Frequency 5 times ആണ്. 2001, 2022, 2020. So 2021, 22, 23 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് അലൊക്കേഷൻ 20 മാർക്സ് ആണ്. Then you have unit 3 now. We have analysis. Question is, what is the significance of the title of the novel A Tiger for Malgudi? Frequency എന്ന് പറയുന്ന 4 times ആണ്. Mark allocations 20 ആണ്. Then unit 4 in style and characterization. Question വന്നിരിക്കുന്നത്, attempt a character sketch of the master in A Tiger for Malgudi. Frequency എന്ന് പറയുന്ന 3 times ആണ്. Mark allocation 20 ആണ്. Then you have block 2 in The Binding Wine. Unit 3 in themes ആണ്. Question is, would it be correct to call The Binding Wine a feminist novel? Give reasons for your answer. Frequency 5 times ആണ്. Mark allocation 20 ആണ്. Then you have unit 4 characterization. Question, attempt a character sketch of the Urmi in The Binding Wine. Frequency 3 times ആണ്. Mark allocation 20 ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ പോയട്രിയിൽ യൂണിറ്റ് 2 ആണ് നമുക്കുള്ളത്. നിസി മെസിക്കൽ. Question is, attempt a critical analysis of the poem Knight of the Scorpion by Nissi Mezikel. Frequency 4 times ആണ്. Mark allocation 20 ആണ്. If
if we go to Unit 3, A.K. Ramanujan, frequently asked question is, discuss the imagery in the poem A River by A.K. Ramanujan. Frequency 3 times ആണ്, mark allocation 20 ആണ്. And if you look to block 4 short story, Unit 2 Unit 4 ആണ് important. അതിൽ Unit 2 എന്ന് പറയുന്ന last child ആണ്. Question ആയിട്ടുള്ളത്, is it possible to interpret the last child on 2 levels? If so, give reasons for your answer. Frequency 3 times ആണ്, mark allocation 20 ആണ്. Similarly for the Unit 4 swimming lessons, question is, how does the story Swimming Lessons portray the dilemma of immigrants living outside their country? Frequency 4 times ആണ്, mark allocation 20 ആണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 1 നിന്ന് നമുക്ക് 4 സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫ്, ഫ്രീക്വൻസി 5 ആണ്, ആവറേജ് മാർക്സ് 20 ആണ്. സിമിലർലി നമ്മുടെ ബ്ലോക്ക് 2 ബൈൻഡിംഗ് വൈനിൽ ഫെമിനിസ്റ്റ് തീംസും ഫ്രീക്വൻസി 5 ആണ്, ആവറേജ് മാർക്സ് 20 ആണ്. ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ല് നൈറ്റ് ഓഫ് ദി സ്കോർപിയൻ അനാലിസിസും ഡിലമ ആൻഡ് ദി സ്വിമ്മിംഗ് ലെസൺസ് നമുക്ക് ഫ്രീക്വൻസി ഫോർ ദ പാസ്റ്റ് 5 years 4 ആണ്, ആവറേജ് മാർക്സ് 20 ആണ്. സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ് ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുക്കേണ്ടുള്ള, ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസുകളാണ് ഇനി പറയുന്നത്. പ്രയോറിറ്റൈസ് കീ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് കൊടുക്കുക. ലൈക്ക് ഫോക്കസ് ഓൺ ഹൈ റെക്കറൻസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദ ലൈഫ് സ്റ്റേജസ് ഇൻ എ ടൈഗർ ഫ്രം മാൽഗുഡി, feminist themes in the binding wine, and the analysis of the night of the scorpion. 2 is prepare thematic analysis. Develop detailed essays on recurring themes like feminism, allegory, immigrant dilemmas. 3, master poetry and short stories. Gain expertise in interpreting passages, focusing on the cultural and thematic nuances of recurring poems and short stories. 4, practice critical evaluations. Develops critical essays and short notes using past questions as templates, ensuring a balance between thematic insights and literary analysis. ഇതിന്റെ ഒരു ബാർ ഗ്രാഫാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി നോക്കുമ്പോൾ ടൈഗേഴ്സ് ലൈഫ് സ്റ്റേജസ് ബ്ലോക്ക് 1-ൻ്റെതും ഫെമിനിസ്റ്റ് തീംസ് ബ്ലോക്ക് 2 ഈക്വലി ഇമ്പോർട്ടന്റ്. അതിനുശേഷം നമുക്ക് സെയിം ലെവൽ ഇമ്പോർട്ടൻസ് വരുന്നത് ബ്ലോക്ക് 3 നൈറ്റ് ഓഫ് ദി സ്കോർപിയനും ബ്ലോക്ക് 4 ഡിലമ ഇൻ ദി സ്വിമ്മിംഗ് ലെസൺസുമാണ്. Topic probability and prediction analysis. Block 1 നമ്മൾ ടൈഗർ ഫ്രം മാൽഗുഡിയിൽ, യൂണിറ്റ് 2 ഡീറ്റെയിൽ സമ്മറി. ടോപ്പിക് 4 സ്റ്റേജസ് ഓഫ് ദി ടൈഗേഴ്സ് ലൈഫ്. ഹൈ പ്രോബബിലിറ്റി ആണ്, കാരണം ലാസ്റ്റ് ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ 6 എക്സാംസിൽ 5 വട്ടം വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പിന്നെ വരുന്ന യൂണിറ്റ് 3 അനാലിസിസിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ പ്രോബബിലിറ്റി ലെവൽ മീഡിയം ആണ്, ബിക്കോസ് 4 ടൈംസ് ആണ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബട്ട് സ്ലൈറ്റ്ലി കറന്റ്ലി ഇപ്പോൾ അത് ഡിക്ലൈനിങ് ആണ് അതിന്റെ ഫോക്കസ്. യൂണിറ്റ് 4 നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി മാസ്റ്റർ ഹൈ പ്രോബബിലിറ്റി ആണ്, ബിക്കോസ് എ സ്റ്റേബിൾ ക്വസ്റ്റ്യൻ ഫോർ ക്യാരക്ടറൈസേഷൻ അപ്പിയർഡ് ഇൻ 4 എക്സാംസ്. നമ്മൾ ബ്ലോക്ക് 2 ദ ബൈൻഡിംഗ് വൈൻ, യൂണിറ്റ് 3 നമുക്ക് തീംസ്, ടോപ്പിക് ഫെമിനിസം ഇൻ ദി ബൈൻഡിംഗ് വൈൻ, പ്രോബബിലിറ്റീസ് ഹൈ ആണ്, കാരണം central to the novel, consistently tested in essay format ആണ്. Unit 4 characterization topic, character sketch of Urmi, probability level medium ആണ്. The reason is because frequently tested, though other characters have gained attention. നമ്മൾ ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 നിസീം എസിക്കൽ, ടോപ്പിക് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് നൈറ്റ് ഓഫ് ദി സ്കോർപിയൻ, ഹൈ ആണ് പ്രോബബിലിറ്റി, കാരണം ഐക്കോണിക് പോയം വിത്ത് കൾച്ചറൽ തീംസ് അപ്പിയേഴ്സ് ഇൻ മോസ്റ്റ് എക്സാംസ്. Unit 3 A.K. Ramanujan, topic imagery in a river, probability medium ആണ്, because regular in exams but not always preferred over Ezekiel's work. Block 4 ആണെങ്കിൽ we have the short story. Unit 2 the last child, topic allegorical interpretation of the last child, medium ആണ് നമ്മുടെ level of probability. Justification appears occasionally, especially in thematic analysis. Unit 4 swimming lessons, topic dilemma of immigrants in swimming lessons, probability high ആണ്, because emerging focus ആണ്, featured heavily in the last 3 exams.
priority list. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് നോക്കിയിട്ട് പോകണം. ഇതിൽ നമുക്ക് 4 stages of tiger's life in the probability is very high ആണ്. So നമ്മുടെ priority level ഏറ്റവും high ആണ്. So ഇതിൽ you have to prepare an essay kind of a structured question focusing on the allegorical elements. അതേസമയം നമ്മൾ feminist themes in the binding wine high level of priority കൊടുക്കുക. And you have to prepare a detailed thematic arguments prepare ചെയ്യണം. അതേപോലെ തന്നെയാണ് Knight of the Scorpion analysis. You have to focus on the cultural and the thematic relevance as well. Similarly, immigrant dilemma in swimming lessons in Arthur, you have to highlight the symbolism and the narrative style. Priority level is high thaneyana. Then significance of title in a Tiger for Malgudi, priority level medium ana. You have to cover the thematic and structural relevance. And for the topic imagery in a river, it's priority level in the medium ana. Strategy, you have to analyze in detail, focus on statistics. ഇനി എന്തുകൊണ്ട് ഇന്നത് ഇത്രയും പ്രൊഡിക്ഷൻസ് നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് high probability topics like the binding wines, feminist themes, and swimming lessons consistently appear in essay format. Syllabus patterns, poems and short stories, especially those rich in cultural symbolism, are favored for context-based questions. 3. Emerging focus. Increased emphasis on themes of identity and displacement in recent exam highlights swimming lessons. നമ്മൾ ഈ പറഞ്ഞ ഒരു വിഷ്വൽ ഒരു ഗ്രാഫാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർ ദി പ്രോബബിലിറ്റി റേറ്റിംഗ്സ് ഫോർ ദി ടോപ്പിക്സ്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആൻഡ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, ചെക്ക് ചെയ്യണം കേട്ടോ. Predictive question paper. Predictive question paper for December TEE 2024. BGC 103. Indian writing in English. Time 3 hours. Maximum marks 100. General instructions. This paper has 3 sections, A, B, and C. All questions are compulsory. Internal choice is provided within the sections. 3. Word limits are mentioned for each question and must be adhered to. Section A നോക്കുകയാണെങ്കിൽ ഓരോ പാസേജും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം with the context and critical comments for questions each carrying 10 marks and so total 40 marks. Explain any 4 of the following passages with reference to the context, providing brief critical comments. Word limit എന്ന് പറയുന്നത് 150 words ആണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള 4 എണ്ണം സെലക്ട് ചെയ്ത് അതിന്റെ കോണ്ടെക്സ്റ്റ് വൈസും ക്രിട്ടിക്കൽ കോമെന്റ്സും എഴുതുക. So first question we have A, B, C, D, E, F. ഇത്രയും ചോയ്സ് ചെയ്യുന്ന ഇഷ്ടമുള്ള ഏറ്റവും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള 4 എണ്ണം എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ബി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സിന്റെ ആണ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക ഫോർ 10 മാർക്സ് ആണ്. സോ ടോട്ടൽ നമുക്ക് 20 മാർക്സ് ആണ്. സോ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദി ഫോളോവിങ് ഇൻ അബൌട്ട് 250 വേർഡ്സ്. അപ്പം ഇവിടെ 4 എണ്ണം ഉണ്ടാകും, അതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷുവർ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, 250 വേർഡ്സിൽ എഴുതുക. അപ്പം allegorical significance of the tiger in A Tiger for Malgudi. B. Imagery in Kamala Das's My Grandmother's House. Feminist perspectives in the Binding Wine. Symbolism in the Lost Child by Mulk Raj Anand. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ഏത് ക്വസ്റ്റൻ ആണോ അത് നിങ്ങൾ അറ്റൻഡ് മേക്ക് ഷുവർ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ സി എടുക്കുകയാണെങ്കിൽ ലോങ് എസ്സേസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, എഴുതുക. അതും ഓരോ ക്വസ്റ്റ്യൻസും 600 വേർഡ്സ് വീതമായിരിക്കണം. Discuss the 4 stages of the tiger's life in A Tiger for Malgudi and their allegorical meanings. Critically evaluate swimming lessons by Rohinton Mystery, focusing on its portrayal of cultural displacement and immigrant dilemmas. Then 5th one, analyze Nizim Ezekiel's use of the cultural imagery and irony in Night of the Scorpion. Next question. Explore feminist themes in The Binding Wine. How does Shashi Deshpande portray women's resilience against societal constraints? Next question. Critically analyze the imagery and cultural reflections in Sarojini Naidu's Bangle Sellers. Discuss the narrative style and thematic elements in The Other Women by Deena Mehta.
ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ക്വസ്റ്റ്യൻ ഏതാണോ അത് നിങ്ങൾ 3 സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, റിമെമ്പർ 600 വേർഡ്സ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് താങ്ക് യു എവറി വൺ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാം. ആൻഡ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആൻസർ സൊല്യൂഷനും എല്ലാം നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഐ എം വിഷിംഗ് യു എ വെരി ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.